ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് കഴിഞ്ഞ് എന്തായാലും ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ തുബാസയുടെ വോളിയം 2 അവരെന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് എന്തൊക്കെ വന്നു എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നെയ്മറിൻ്റെ ഒരു കാർഡ് നമുക്ക് എന്തായാലും ഫ്രീ കിട്ടുന്നുണ്ട്. പിന്നെ എന്തൊരു ടോക്കൺ നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട് ഗൈസ്. നേരത്തെ നമുക്ക് എപ്പിക്കിൻ്റെ കിട്ടിയ പോലത്തെ എന്തൊരു ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓപ്പൺ ഫസ്റ്റ് ക്വാളിഫൈ എന്നും പറഞ്ഞൊരു സംഭവം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ കളിക്കാം. അതിനു മുമ്പ് നമുക്ക് ഒബ്ജക്റ്റീവിനകത്ത് എന്തൊക്കെ വന്നു നോക്കണം ഗൈസ്. എന്തൊക്കെ വന്നു എന്ന് എന്തായാലും നോക്കട്ടെ. ഒബ്ജക്റ്റീവിനകത്ത് നമുക്ക് നമ്മുടെ തുബാസ വോളിയം 2 എന്തായാലും ഒരു ഒബ്ജക്റ്റീവ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തായാലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 കോയിൻ നമുക്ക് കിട്ടും ഗൈസ്. പിന്നെ മറ്റേ ടോക്കൺസും കിടക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ കുറേ ബാഡ്ജും ജേഴ്സിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ബാഡ്ജൊന്നും നമുക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. പിന്നെ വേറെ ഒന്നും വന്നിട്ടില്ല, വേറെ ഒബ്ജക്റ്റീവിനകത്ത് വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഒബ്ജക്റ്റീവിനകത്ത് പറയാനുള്ളത്. പിന്നെ അടുത്ത് എന്തായാലും നമുക്ക് പാക്കിലേക്ക് പോകാം. പാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഗൈസ്, പാക്കിനകത്ത് നമുക്ക് പുതിയ എപ്പിക് പാക്കൊക്കെ അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നമ്മുടെ ഫോർലാൻഡ് പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റുമ്മിയുടെ പാക്ക് വന്നേക്കണേ അതേ ടൈപ്പിലാണ് അവർ കൊണ്ടുവന്നിട്ടേക്കണേ. ഒരു അനിമി പാക്കും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നോർമലായിട്ടുള്ള എപ്പിക്കിൻ്റെ പാക്കും ഉണ്ട് ഗൈസ്. അപ്പോൾ ഫോർലാൻ ഉണ്ട്, കാൻറ്റോണി ഉണ്ട്, പിന്നെ പ്ലാറ്റീനി ഉണ്ട് ഗൈസ് അതിനകത്ത്. അപ്പോൾ താല്പര്യമുള്ളതൊക്കെ എന്തായാലും കറക്കുക ഗൈസ്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദീഗ് വന്നെടുക്കുന്നുണ്ട് ഗൈസ്. പ്ലെയർ ഓഫ് ദീഗ് 2 പ്ലെയർ ഓഫ് ദീഗ് ഉണ്ട്. നമ്മുടെ വേൾഡ് വൈഡിൽ എംബാപ്പയൊക്കെ വന്നെടുക്കുന്നുണ്ട് ഗൈസ്. എംബാപ്പെ 97 റേറ്റാണ്. എംബാപ്പ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കിമ്മിച്ച്, പിന്നെ ലൊത്തോറോ മാർട്ടിനസ്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. പിന്നെ ഫെർമിൻ ലോപ്പസ്, അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ഓഫ് ദീഗ് തന്നെയാണ് വന്നേക്കണേ. പിന്നെ നമ്മുടെ UCLൻ്റെ പ്ലെയർ ഓഫ് ദീഗ് നടക്കുന്നുണ്ട്. അതിനകത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒഡേഗാർഡ്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെ വന്നെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത്രയാണ് പാക്കിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവരുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ മാച്ചിലേക്ക് പോകണമെങ്കിൽ നമുക്ക് AI മാച്ച് തന്നെ ഫസ്റ്റ് ടൈം തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം നോക്കിയില്ല ഗൈസ്, ഈ ടോക്കൺ എന്തിൻ്റെയാണ് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അതെന്തായാലും നോക്കിയിട്ട് എന്തായാലും മാച്ചിലേക്ക് പോകാം. അതെന്താണെന്ന് നോക്കട്ടെ. അത് ഏത് പ്ലേയേഴ്സിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടോക്കണാണ് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടാവും അവർ. ഇതിനകത്ത് നമുക്ക് 3 പ്ലേയേഴ്സിന് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് നേരത്തെ ഫ്രീ കിട്ടിയ പ്ലേയേഴ്സിനെ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ മാനുവൽ ന്യൂയറിൻ്റെ കാർഡും അതുപോലെ തന്നെ യൊബമെങ്കാനോയുടെ കാർഡൊക്കെ നേരത്തെ നമുക്ക് കിട്ടിയതാണ് ഫ്രീ ആയിട്ട്. അതുകൂടാതെ അതിൻ്റെ ഒപ്പം വേറെ കാർഡ്സും ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ എപ്പിക്ക് എടുത്ത പോലെ തന്നെ സെയിം രീതിക്ക് തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് 3 പ്ലേയേഴ്സിനെ കണ്ട് എടുക്കാൻ പറ്റും ഗൈസ്. അതാണ് സാധനം. അപ്പോൾ പിന്നെ അടുത്ത മാച്ചിലേക്ക് പോകാം. AI മാച്ചിൽ എന്തായാലും നമ്മുടെ സംഭവം വന്നിട്ടുണ്ട്. ഇതെന്താ സ്റ്റാർട്ടർ. ഓ ഗൈസ്, ഇതിനകത്ത് നിന്ന് ഒരു 100 കോയിൻ നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. ഒരു സ്റ്റാർട്ടർ ഇവൻ്റ് വന്നിരിക്കുന്നത് ഗൈസ്. ഓഫ്ലൈൻ മാച്ചാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തായാലും ഒരു 100 കോയിൻ നമുക്ക് എന്തായാലും കിട്ടും. അതെന്തായാലും നല്ല കാര്യമായിട്ടുണ്ട്. പിന്നെ ബീറ്റ് ദ ക്ലോക്കൊക്കെ അത് വേണ്ട. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദീഗിൻ്റെ 2 പ്ലെയർ ഓഫ് ദീഗിൻ്റെ നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഈ നാഷണൽ ടീമിൻ്റെയും അതുപോലെ തന്നെ ഇതും കളിച്ച ഈ 2 ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 2 ഫ്രീ സ്പിൻ എന്തായാലും എടുക്കാൻ പറ്റും. അത്രയാണ് നമ്മുടെ AI മാച്ചിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോയിൻ ഇവൻറ്റ് പറയുകയാണെങ്കിൽ ഗൈസ്, അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്താണെന്ന് തോന്നുന്നു. നമ്മുടെ കോയിൻ ഇവൻറ്റ് ഒരു 50 ക്ലബ് കോയിൻ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും ഗൈസ്. അപ്പോൾ അത്രയാണ് മാച്ചിനകത്ത് പറയാനുള്ളൂ ഗൈസ്. പിന്നെ വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഗൈസ് പറയാനുള്ളൂ. മറ്റേ നമ്മുടെ തുബാസ വോളിയം 2ലും വലിയ പ്രത്യേകത ഒന്നും ഇല്ല ഗൈസ്. വോളിയം 1ൽ വന്ന ഒരു ഇതുപോലെയൊക്കെ തന്നെയാണ് വോളിയം 2ഉം വന്നേക്കണത്. വലിയ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ നമ്മുടെ മറ്റേ ഓപ്പൺ ഫസ്റ്റ് ക്വാളിഫൈ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇതിനകത്തുനിന്ന് അങ്ങോട്ട് 100 കോയിൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇതിനകത്തുനിന്ന് ഒരു 100 കോയിൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക ഗൈസ്. കളിച്ച് കംപ്ലീറ്റ് ചെയ്ത് കോയിൻ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആ മാനേജറിനെ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കണേ, മറ്റേ ലോങ് ബോൾ കൗണ്ടറിൻ്റെ റൈറ്റ് കാർഡ്. അപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം, നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലെയർ ഓഫ് ദീഗിൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ആഴ്ചകളിലായിട്ട് എനിക്ക് ഭയങ്കര തേപ്പാണ് ഗൈസ് പ്ലെയർ ഓഫ് ദീഗിൽ. എപ്പിക്കോ അവന്മാർ തരുന്നില്ല നിലവാറിന്. ഈ പ്ലെയർ ഓഫ് ദീഗിൽ നിന്നൊക്കെ കിട്ടിയിട്ടാണ് ഗൈസ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പ്ലെയർ ഓഫ് ദീഗിൽ നമ്മൾ വമ്പൻ തേപ്പാണ് തേച്ചുകൊണ്ടിരിക്കണേ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദീഗ് എന്തായാലും കറക്കി വെക്കാം. ഇതിനകത്ത് എനിക്ക് ടാർഗറ്റ് പറയാനായിട്ടുള്ളത്
ഒരാൾ എംബാപ്പയാണ് ഗൈസ്. എംബാപ്പയുടെ റിയൽ മാഡ്രിഡ് വെർഷൻ എൻ്റെ ഇല്ല. അപ്പോൾ ഒരു ടാർഗറ്റ് എംബാപ്പയാണ്. പിന്നെ ഒരാൾ നമ്മുടെ ഫെർമിൻ ലോപ്പസ് ആണ് ഒരു ടാർഗറ്റ്. പിന്നെ മാർട്ടിനസിന് കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ മാർട്ടിനസ് ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഗൈസ്. എൻ്റെ മെയിൻ ടാർഗറ്റ് എംബാപ്പയും ലോപ്പസും ആണ്. പിന്നെ എഡ്രസ്സിന് കിട്ടിയാലും കുഴപ്പമില്ല, എനിക്കൊരു നല്ലൊരു പ്ലെയർ ഓഫ് ദി ഗോൾ കീപ്പർ ഇല്ല ഗൈസ്. പിന്നെ ടൊണാലിയുടെ കാർഡൊക്കെ വന്നിട്ടുണ്ട്. ടൊണാലി ഒന്നും വേണമെന്നില്ല. ലോപ്പസ് അല്ലെങ്കിൽ എംബാപ്പയാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. എംബാപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ സീനായിരിക്കും. എംബാപ്പയുടെ റിയൽ മാഡ്രിഡ് വെർഷൻ എൻ്റെ കയ്യിൽ ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിന്നൊക്കെ എടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആര് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റിനെ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സ്പിൻ എന്തായാലും ഞാൻ എടുക്കാൻ പോകുന്നു ഗൈസ്. ഓക്കെ, ഫസ്റ്റ് സ്പിൻ, ഹെയർ വി ഗോ. ആരൊക്കെയായിരുന്നു ഗൈസ്? കൊനാമി ഈ പ്രാവശ്യമെങ്കിലും ചതിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല, പുറമേ വലിയ മാറ്റമൊന്നും ഇല്ല ഗൈസ്. നോക്കട്ടെ എന്തായാലും. ഓക്കെ, ഒരു വെള്ള ജേഴ്സിയാണ് ഗൈസ് കാണുന്നത്. അല്ല, എംബാപ്പെ അല്ല ഗൈസ്. ഇതൊക്കെ ആരാടാ ഇതൊക്കെ ഗൈസ്? ഇത് വീണ്ടും തേപ്പാണ് ഗൈസ്. എനിക്ക് ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ മാത്രമാണ് ഇവന്മാർ തരുന്നുള്ളൂ. എന്തിനാണ് ഇങ്ങനെ എനിക്ക് ഇതൊക്കെ തരുന്നത്? കൊനാമി എനിക്ക് ഇങ്ങനത്തെ ഉള്ള പ്ലേയേഴ്സിനൊന്നുമല്ല വേണ്ടത് ഗൈസ്. എനിക്ക് ടോപ്പ് എടുക്കുന്ന പ്ലേയേഴ്സിനെ കിട്ടിയിട്ട് കുറേ ആയി ഗൈസ്. ഇത് ഇവന്മാർ കുറേ അതിനെ പറ്റിക്കണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ തേഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ക്രിയേറ്റീവ് പ്ലേ മേക്കർ തന്നെയാണ്. എനിക്ക് വേണമെന്നില്ല ഗൈസ്, ഞാൻ കളിപ്പിക്കൊന്നുമില്ല. വെറുതെ എന്തിനാണ് ഞാൻ എന്തായാലും റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, ഹാപ്പി ആയിട്ടുണ്ട്. താങ്ക് യു കൊനാമി, താങ്ക് യു. അപ്പം ഗൈസ് നമുക്ക് ഇങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെയാണ് തരുള്ളൂ. എടാ എപ്പിക്ക് പോലും എനിക്ക് മേലാറിന് കിട്ടുള്ള പ്ലെയർ ഓഫ് ദിക്കിനെങ്കിലും നല്ലൊരു പ്ലെയറിന് തരാൻ പാടില്ല ഇവന്മാർക്ക്. പക്ഷെ നമുക്ക് തരില്ല ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത സ്പിൻ എടുക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ പ്ലെയർ ഓഫ് ദിക്ക് അങ്ങനെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ആരെയും ടാർഗറ്റൊന്നും പറയുള്ളൂ ഗൈസ്. ഞാൻ ചുമ്മാ സ്പിൻ അങ്ങ് എടുക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയാം ടാർഗറ്റ് ആരാന്ന്. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. ഇത് മേലിൽ കമ്പത്തിരിയൊക്കെ പൊട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ആരാന്ന് എന്തായാലും നോക്കാം. ഹെയർ വി ഗോ. ആരാണ്? എടാ ഇത് എന്ത് കഷ്ടമാണത്? എടാ ഗോൾ കീപ്പറാ ഗൈസ്. ഇത് എന്താണ് ഇങ്ങനെ? എനിക്കിതിനകത്ത് ടാർഗറ്റ് മറ്റേ ഇവനായിരുന്നു, ഒഡേഗാർഡായിരുന്നു ഗൈസ് എൻ്റെ ടാർഗറ്റ്. എനിക്കതിനകത്ത് വേറെ ആരും വേണമെന്നില്ലായിരുന്നു. ഒഡേഗാർഡായിരുന്നു ഗൈസ് എൻ്റെ ടാർഗറ്റ്. പക്ഷേ ഇവന്മാർ തന്നേക്കണ കണ്ടില്ലേ, ഗോൾ കീപ്പർ. 2 പ്ലെയർ ഓഫ് ദിക്കും ഞാൻ അടവടലും മൂഞ്ചി തെറ്റിയിരിക്കുകയാണ് ഗൈസ്. എന്ത് കഷ്ടമാണിത്? അവിടെ ലാസ്റ്റ് കിടക്കണ പ്ലെയറിനൊക്കെ തന്നേക്കുന്നതാ ഗൈസ്. കുറച്ച് വീക്കായിട്ട് എനിക്ക് ഇങ്ങനെയാണ് ഗൈസ്. എനിക്ക് ടാർഗറ്റിന് ഇവന്മാർ തരുന്നേ ഇല്ല. വിനീഷ്യസിന് എനിക്ക് വേണ്ടായിരുന്നു, കാരണം വിനീഷ്യസിൻ്റെ ഒരു കാർഡ് എൻ്റെ ഓൾമോസ്റ്റ് ഉണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് പ്ലേയേഴ്സിന് എടുക്കാം ഗൈസ്. ഇതിനകത്ത് എനിക്കിപ്പോൾ വേണമെന്നുള്ളത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത പ്ലേയേഴ്സിന് എന്തായാലും ഞാൻ എടുക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഗോൾ കീപ്പറിനെ എന്തായാലും എടുക്കുകയാണ്. മൈക്കിനെ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. നമ്മുടെ കോയിനുവിൻ്റെ ഒക്കെ വരുമ്പോൾ എന്തായാലും യൂസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാനങ്ങനെ ഗോൾ കീപ്പറിനെ എന്തായാലും എടുത്തിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദിക്ക് ഒന്നും പറയാനില്ല ഗൈസ്. പ്ലെയർ ഓഫ് ദിക്ക് എനിക്കിപ്പോൾ ഭയങ്കര തേപ്പാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്ലെയർ ആരെടുക്കാം ഗൈസ്? ഓക്കെ, നമുക്ക് എന്തായാലും ലോപ്പസിന് എടുക്കാം ഗൈസ്. ലോപ്പസ് ഹോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ ഗൈസ്. ലോപ്പസ് ഹോൾ പ്ലെയർ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ലോപ്പസിനെ കൂടി എടുത്തിട്ടുണ്ട്. എന്നും പറയാനില്ല ഗൈസ്. എനിക്ക് പ്ലെയർ ഓഫ് ദി കുറച്ച് ദിവസമായിട്ട് എനിക്കിങ്ങനെയാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പ്ലെയറിനെ ആരെടുക്കാം ഗൈസ്? ഇനി എന്തായാലും നമുക്ക് റാഫിന്യേനെ എടുക്കാം ഗൈസ്. റാഫിന്യേനെ എടുക്കാം. ഓക്കെ, ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നേക്കണം. ഈ സുവാരസ്, കുബോ, ഒബമെങ്കാനോ, ന്യൂ ഇയർ അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയേക്കണതാണ്. പിന്നെ എന്തിനാണ് അവർ വീണ്ടും കൊണ്ടുവന്നിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് റാഫിന്യേനെയും കൂടി എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി കിട്ടിയവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ബൈ ഗൈസ്, ബൈ.